സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു കോടതി വിധിയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് സുപ്രീം കോടതി ദില്ലിയിലെ ഒരു സംഭവം. ഇത് കേരളത്തിലെ സംഭവമല്ല, എന്നിരുന്നാൽ പോലും കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ വരാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ദില്ലിയിൽ അതിരൂക്ഷമായിട്ട് തെരുവുനായ ആക്രമണം ഉണ്ടാവുകയും പലരും മരണപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ പലർക്കും ഈ പറയുന്ന ആപത്തേക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ അതിന് സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു മാർഗമാണ് തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ പിടിച്ച് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അതിനെ പിടിച്ച് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതിൽ സുപ്രീം കോടതി എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പേവിഷബാധയേറ്റ കുട്ടികളെ മൃഗസ്നേഹികൾ തിരിച്ചു തരുമോ, നായ്ക്കളെ പിടികൂടുന്നതിന് തടസ്സമുണ്ടാക്കിയാൽ കടുത്ത നടപടി. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങളും. അതായത് ഈ നായകൾ കടിച്ചിട്ട് മരിച്ചു പോയവരെ തിരിച്ചു നൽകാനായിട്ട് മൃഗസ്നേഹികൾക്ക് സാധിക്കുമോ എന്നുള്ളത്. നമുക്കറിയാം, തെരുവ് നായ നമ്മളെല്ലാവരും ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദിവസേന നമ്മളൊക്കെ കാണുന്നതാണ്. എല്ലാ വഴിയോരങ്ങളിലും ഒരു നായെങ്കിലും ഉണ്ടാവും, അതില്ലാതെ ഒരു സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നായ കടിക്കുന്നത് കുറേ അധികം, അതായത് 100% നായകളുണ്ടെങ്കിൽ അതിൽ 5% വല്ലതും എവിടെയെങ്കിലുമൊക്കെ കടിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ നായകളെ കൂട്ടത്തോടെ കൊണ്ടുപോകുക, തല്ലിക്കൊല്ലുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഈ കോടതിയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ അതിൽ വളരെ പരിതാപകരമായിട്ടൊരു അവസ്ഥയെന്ന് പറയും. ഞാൻ ഇനി മൃഗസ്നേഹിയാണ്, എൻ്റെ വീട്ടിൽ കൊണ്ട് വളർത്തുക എന്നൊക്കെ പലരും കമൻ്റ് ഇടാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ നായ എന്ന് പറയുന്നൊരു സാധനം, അതിനെ കണ്ടിട്ടാണ് മനുഷ്യൻ സ്നേഹം എന്താണെന്ന് പഠിക്കേണ്ടത്, അല്ലേ? അതായത് മനുഷ്യനില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു സ്നേഹം എന്ന് പറയുന്നൊരു സാധനം, അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണ് നായകൾ നമുക്ക് തരുന്നത്. നമ്മൾ വളർത്തുന്നതാണെങ്കിലും തെരുവിലുള്ളതാണെങ്കിലും. അപ്പോൾ അതിൽ ചിലപ്പോൾ അക്രമാസക്തരായ അല്ലെങ്കിൽ അക്രമകാരികളായിട്ടുള്ള ചില നായകൾ ഉണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വഴിയിലിരിക്കുന്ന എല്ലാ നായകളെയും നമ്മൾ തല്ലിക്കൊന്ന് കളയുക അല്ലെ കൊണ്ട് കളയേണ്ട ആവശ്യമുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്താണ് ഒരു സംഭവം ഉണ്ടായത്. അതായത് 2 പലതന്തയ്ക്ക് പിറന്ന നായിൻ്റെ മക്കളെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, പലതന്തയ്ക്ക് പിറന്ന തന്ത ആരാണെന്ന് പോലും അറിയാത്ത 2 പയ്യന്മാർ വാഹനത്തിൽ വന്ന് വഴിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന പട്ടിയെ വിളിച്ചെണീപ്പിച്ചതിന് ശേഷം അവൻ്റെ കയ്യിലിരിക്കുന്ന കമ്പി കൊണ്ട് അവൻ അടിച്ചു കൊന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇവർ സ്ഥിരം പോകുന്ന സമയത്ത് വാഹനത്തിന് പിന്നാലെ ഓടി വരുന്നതിൻ്റെ ദേഷ്യത്തിലാണ് കൊന്നേന്ന്. അവൻ്റെ തന്തയും തള്ളേ അവൻ ഇതുപോലെ കൊല്ലുമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടി നമ്മൾ കണ്ട് ന്യൂസായി അവരെ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തതാണ്. ഇത് മൃഗസ്നേഹം കൊണ്ട് മാത്രം പറയുന്നതല്ല, അത് പട്ടിയെ കൊന്നോ പൂച്ചയെ കൊന്നോ എന്നുള്ളതല്ല. ഇവന്മാർ നാളെ ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് ഇവന്മാർക്ക് ഈ സിമ്പിളായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യമാണ്. അത് ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് കോടതിയുടെ വിധി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് കോടതി വിധിയിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇങ്ങനെയാണ് കോടതി തീരുമാനം എടുക്കുന്നതെങ്കിൽ കോടതിയോട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, അല്ലെങ്കിൽ ഏത് സംസ്ഥാനം ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യം, അതായത് നമ്മുടെ റോഡുകളുടെ അവസ്ഥ നമ്മൾക്കറിയാം, അല്ലേ? ഇടിച്ച് പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്ന പല റോഡുകളും. ഇത്തരം റോഡുകളിൽ ഈ സുരക്ഷാ അറിയിപ്പുകളൊന്നുമില്ലാത്ത, ബോർഡുകളൊന്നുമില്ലാത്ത കാരണത്താൽ എത്രയെത്ര വാഹനങ്ങളാണ് ദിനം പ്രതി അപകടത്തിൽപ്പെടുന്നത്, എത്രയെത്ര ജീവനാണ് റോഡിൽ പൊലിയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എത്രയെത്ര കുട്ടികളെയാണ് പീഡനത്തിനിരയാക്കുന്നത്, എത്ര കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എത്രയെത്ര പെൺകുട്ടികൾക്കെതിരെ അനീതി, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെതിരെ പീഡനമല്ലാതെയും പല രീതിയിലുള്ള അനീതികൾ ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെയുള്ള കേസിൽ ഒരുപാട് ആളുകളെ പോലീസ് പിടിച്ച് അകത്തിട്ടിട്ട് പിന്നീട് വിട്ടുകളയുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് കോടതിക്ക് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം അത് വെറും വട്ടപൂജ്യം അല്ലെങ്കിൽ ഒരു വാല്യൂ ഇല്ലാത്തതാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. ഇതൊരു കോടതി അലക്ഷ്യമൊന്നുമല്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മളും ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നായകളെ എല്ലാം കൂട്ടത്തോടെ കൊണ്ട് കളയണമെന്ന് പറയുമ്പോൾ, അവരെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം, അതിൻ്റെ സ്വാതന്ത്ര്യം എല്ലാം അടച്ചു പൂട്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിൽ മനുഷ്യനായിട്ടുള്ള ഇത്രയും നായേക്കാളിലും ഏറ്റവും ക്രൂരനായിട്ടുള്ള മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നാളിതുവരെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെന്ത് തന്തയില്ലായ്മ ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിയമ സംവിധാന വ്യവസ്ഥയും കോടതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ സമയത്ത് നായകൾ ചെയ്യുന്ന പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത്, അല്ലേ? ഈ നായകൾ എന്ന് പറയുന്ന സാധനം അത് വെറുതെ എവിടെന്നെങ്കിലും പൊട്ടിപ്പുറപ്പെട്ട് വരുന്നതല്ലല്ലോ. ഓരോരുത്തർ അവരുടെ വീട്ടിൽ വളർത്തിയിട്ട് കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കളയുന്നു, നായകളെ കൊണ്ട് കളയുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടല്ലേ ഈ പറയുന്ന നായകൾ നമ്മുടെ തെരുവിലെല്ലാം കിടന്ന് അലയുന്നത്. ആളുകളെ കടിക്കുന്നത് എപ്പോഴാണ്? അത് തെരുവിൽ കിടന്ന് പട്ടിണി കിടന്ന് ഒന്നും കഴിക്കാൻ കിട്ടാതെ വരുമ്പോൾ ആളുകൾ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാണുമ്പോഴായിരിക്കും ഒരുപക്ഷെ അത് അണമുട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല എന്ന് പറയുന്നത് പോലെ അതും കടിച്ചു പോകുന്നതായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള എല്ലാ നായകളെയും പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനത്തെ രീതിയിൽ കാണിക്കണമെന്ന് പറയുന്നത്. ഇനിയും ഞാനിത് ദില്ലിയിലെ പ്രശ്നമാണ് പറയുന്നത്, പക്ഷേ അതിനി ഇങ്ങോട്ടേക്കും വ്യാപിക്കാനായിട്ട് അധികം നാളുകളില്ല. കാരണം നമ്മുടെ കേരളത്തിലും നായകൾ കടിച്ചിട്ട് ഒരുപാട് കുട്ടികൾ മരണപ്പെടുന്ന, അപകടത്തിൽപ്പെടുന്നതായിട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി തിരിഞ്ഞു വരാം. പക്ഷേ എൻ്റെ ചോദ്യങ്ങൾ ഇതാണ്. അതായത് ഈ നായ കടിച്ചിട്ട് കുട്ടികൾ മരിച്ചാൽ തിരിച്ചു വരുമെന്ന് ചോദിച്ച കോടതി, ഈ കുട്ടികളെ പീഡിപ്പിച്ച് കൊന്നവന്മാർ അവന്മാരുടെ തന്തയില്ലായ്മ കാരണം മരണപ്പെട്ട കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ?
അത് സാധിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ വാല്യൂ ഇല്ലെന്ന് ഞങ്ങൾ പറയും. സ്നേഹം എന്താണെന്ന് മനുഷ്യൻ കണ്ടുപഠിക്കേണ്ട ഒരു ജീവിയാണ് പട്ടി എന്ന് പറയുന്നത്. ആ പട്ടി കാണിക്കുന്നതിൻ്റെ പാതി സ്നേഹം പോലും മനുഷ്യനോട് സാധിക്കത്തുമില്ല കാണിക്കാൻ. ഇനി ഒട്ടും മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അതിനോട് സാധിക്കാത്ത രീതിയിലേക്കുള്ളൊരു സ്നേഹമാണ് ആ പട്ടി കാണിക്കുന്നത്. ഇതൊക്കെ കണ്ടു വേണം മനുഷ്യൻ അല്ല കുട്ടികളൊക്കെ പഠിക്കാൻ. അപ്പോൾ അതിനെ ശല്യം ചെയ്തിട്ട് അത് കയറി കടിച്ചു എന്ന് പറയുമ്പോൾ അതിനെ കൊണ്ട് കൊന്നുകളയുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അതിനെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക? ഇത് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വഴിയോരങ്ങളിലുള്ള എല്ലാ നായകളെയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ ചിലപ്പോൾ ഒരുപക്ഷെ കൊന്നുകളയാം, ഒരുപക്ഷെ അതിനെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു സംഭവമാണ് തിരുവനന്തപുരത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞു, ആ വഴിയിൽ കിടന്നുറങ്ങുന്ന ആ പട്ടിയെ ഇവന്മാർ പോയിട്ട് വടി വെച്ചിട്ട് അല്ലെങ്കിൽ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നത്, അത് അവിടെ കിടന്ന് പിടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ ആരും വന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ആദ്യം കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ്. ഞങ്ങളുടെ റെസിഡൻസിലെ ഓരോ വീട്ടിലെ അംഗം പോലെയാണ് ആ പട്ടി. അത്രയ്ക്ക് വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തിരക്കി കിടന്നപ്പോൾ ഇത് ആരാണെന്നൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ 70 പേരടങ്ങുന്ന ഒരു ടീം ഒരു ഒപ്പിട്ട് ഇവിടെ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൽ അവിടെ ഒരു പെറ്റീഷൻ കൊടുത്തു. അവരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ സ്റ്റേഷനിലും കൊടുത്തു. ഇപ്പോൾ അവർ പട്ടി ചെയ്തെങ്കിൽ നാളെ മനുഷ്യർ ചെയ്തുകൂടാതില്ല. അപ്പോൾ അവരുടെ രക്ഷകർത്താക്കൾ പറയുന്നത് അവർ മദ്യപിക്കില്ല, മറ്റ് ദുശീലങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് വാസ്തവം അറിയത്തില്ല എന്താണെന്ന്. അങ്ങനെ അവർ ഇതൊന്നും ഉപയോഗിക്കാതെയാണ് ഒരു പട്ടിയെ ഇങ്ങനെ അതിക്രൂരമായി അടിച്ചു കൊന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കാര്യമൊന്നും അറിയത്തില്ല. എന്തായാലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. കണ്ടില്ലേ, ഇത് തിരുവനന്തപുരം പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. അതായത് 2 തന്തയില്ലാത്ത, തന്ത ആരാണെന്ന് ചോദിച്ചാൽ അത് തെരുവുനായായിരിക്കും ചിലപ്പോൾ ചൂണ്ടിക്കടിക്കുന്നത്. അതിന് ദേഷ്യത്തിലായിരിക്കും ഇവന്മാർ പോയിട്ട് ആ നായയെ കൊന്നു. അതിനിടയ്ക്ക് ഒരുത്തൻ വണ്ടി ഓടിക്കുന്ന തന്തയ്ക്ക് മുൻപുണ്ടായവനെ ചിരിക്കുന്നത് കാണാം, വീഡിയോയും എടുത്തുകൊണ്ട് അവനെ തന്തയായിരിക്കും തല്ലിക്കൊന്നിട്ടിരിക്കുന്നത്. എടാ നാണം ഉണ്ടോടാ, ഉളുപ്പുണ്ടോടാ നിനക്ക്? വഴിയിൽ കിടന്ന് ആ പട്ടിയെ പോയി തല്ലിക്കൊല്ലാനായിട്ട് എന്ത് മനുഷ്യത്വം ഉണ്ടോ നിനക്കൊക്കെ? എന്ത് മനസ്സാണ് നിൻ്റെയൊക്കെ? നാളെ നീക്കൊരു ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് തയ്യാറാവില്ലെന്ന് എങ്ങനെ കണ്ടു? ഇവന്മാർ കാണിച്ച ഈ പിറപ്പുകേടുണ്ടല്ലോ, ഇതിന് ഇവന്മാർ പുറത്തിറങ്ങാത്ത രീതിയിൽ പോട്ടണം. ഇവന്മാരെ അംഗീകരിച്ചുകൊണ്ട് പല ആളുകളും കമന്റ് ബോക്സിൽ വന്ന് മെഴുകുന്നുണ്ട്, ഒരു ശല്യം അങ്ങ് തീർന്നു കിട്ടി, ഇങ്ങനെ തന്നെ വേണം എല്ലാ നായകളെ കൊല്ലണമെന്നുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നായവിരോധിയെ എന്ത് തേങ്ങയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് ഇവന്മാരെ അംഗീകരിക്കുന്ന വാണങ്ങളോട് പറയാനുള്ളത്, എടാ അതും ഒരു മനുഷ്യജീവി തന്നെയാണ്. ഈ ഭൂമി എന്ന് പറയുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് തീരെഴുതി കൊടുത്തൊരു സാധനമല്ല. ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഒരു നോവൽ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലൊരു ഉറുമ്പ് തുടങ്ങിയൊരു ചെറിയ ഈ ജീവന്റെ തുടുപ്പ് അവശേഷിപ്പിക്കുന്ന ഓരോ സാധനങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. ഞാനും നീയും മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ. ഇതിനു മുൻപ് നമ്മൾ വരുന്നതിന് മുൻപേ ജീവിച്ചിരുന്ന എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അർഹതയും അധികാരവും ഉണ്ട്. അപ്പോൾ അതിന് സംസാരിക്കാൻ അറിയാത്തൊരു മിണ്ടാപ്രാണി ആയതുകൊണ്ട് അത് പറയുന്നില്ല, വാദിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതിനെ മനസ്സിലാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് കഴിവുള്ളവന്മാർ മാത്രം സംസാരിച്ചാൽ മതി. അല്ലാതുള്ളവർ ഇതുപോലെ കമന്റ് ഇട്ട് മെഴുകിയിട്ട് പോകും. ഇവന്മാർ കാണിച്ച തന്തയ്ക്ക് പിറക്കാഴി അംഗീകരിക്കുന്ന ആളുകളെ കാണുമ്പോഴേ ഇവന്മാരൊക്കെ ചേതോവികാരോ മനോവികാരം എന്താണെന്നുള്ളത് തോന്നുമ്പോൾ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഇവൻ്റെയൊക്കെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ കൊന്നാൽ എന്താണോ സംഭവിക്കുന്നത് ആ രീതിയിലുള്ള ഒരു കേസ് തന്നെ ഇവന്മാർക്കെതിരെ എടുക്കണം. ഇനി ഇവന്മാർ ഈ പിറപ്പേട് കാണിക്കാനായിട്ട് ഇറങ്ങരുത്. അവൻ്റെ മാതാപിതാക്കൾ പറയുന്നത് ലഹരി ഉപയോഗിക്കുന്ന മക്കളല്ല എന്നാണ്. പക്ഷേ ഇവന്മാരുടെയൊക്കെ മനസ്സിൽ അത്രയധികം ക്രൂരതയുണ്ട്. ക്രിമിനൽസ് ആണ്, ബോൺ ക്രിമിനൽസ് ആണ് ഇവന്മാർ. ഒരു ജീവൻ തല്ലി തകർത്തിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലേ നാളെ നിങ്ങളെ ഇവന്മാർ കൊല്ലും. ആ അച്ഛനോടും അമ്മയോടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ നോക്കിയും കണ്ടും വളർത്തുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരാണെന്ന് കാണുമ്പോൾ പിടിച്ചകത്തിടാനായിട്ട് ശ്രമിക്കുക. മക്കളെ വാദിക്കാനോ ന്യായീകരിക്കാനോ പോരുത്. തന്തയ്ക്ക് പിറക്കാഴി തന്നെയാണ് ഇവന്മാർ കാണിച്ചിരിക്കുന്നത്, ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ സുപ്രീം കോടതിയുടെ വിധി വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും സുപ്രീം കോടതി ഈ രീതിയിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചില കാര്യങ്ങളിൽ മാത്രമേ സുപ്രീം കോടതി ഇടപെടാറുള്ളൂ. മനുഷ്യൻ കൊന്നാലോ മനുഷ്യനെ അങ്ങോട്ട് പീഡിപ്പിച്ച് കൊന്നാലോ ഒന്നും ഒരു കുഴപ്പമില്ല, അവന് ജാമ്യം കിട്ടി പുറത്തു പോകാം. അതേസമയം നായകൾ ആരെങ്കിലും കടിച്ചാലോ നായകളെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഉത്തരവിടും. ഇനി അതിനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ലക്ഷ്യമായിട്ട് അത് എടുക്കുകയും ചെയ്യും. എന്തൊരു കഷ്ടമല്ലേ. പണ്ട് നമുക്കറിയാം നിപ്പ വന്ന സമയത്ത് കോഴികൾ കാരണമാണ് നിപ്പ വരുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ അധികം കോഴിക്കുഞ്ഞുങ്ങളെ ചുട്ടരിച്ച് കൊല്ലുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്കറിയാം ചാക്കിൽ കെട്ടി കൊന്നു കളഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അറിഞ്ഞത് കോഴിയല്ല വവ്വാലിൽ കൂടി ഉണ്ടാകുന്നത്. വവ്വാലിനെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊല്ലാൻ പറ്റിയിട്ടില്ല, അകറ്റാനേ പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. ഇത് നായകളെ പിടിക്കണമെന്ന് പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ വീടിനടുത്തേക്കുള്ള നമ്മൾ സ്നേഹിക്കുന്നതായിട്ടുള്ള തെരുവ് നായകളൊക്കെ ഒരുപാട് കാണും. ഇതിനെ
എല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവന്മാർ എന്താ ചെയ്യുന്നതെന്ന് ആർക്കറിയാം. ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ക്രൂരതയായിരിക്കും, കൊന്നുകളയുന്ന രീതിയായിരിക്കും ഇവന്മാർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു ചിന്താഗതി, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വന്നു കഴിഞ്ഞാൽ തന്നെയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആ സ്നേഹം തരുന്ന, അല്ലെങ്കിൽ ഒരു കളങ്കമില്ലാത്തൊരു സ്നേഹം, ഒരു 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്താൽ ജീവിതകാലം മുഴുവനും വാലാട്ടി പിന്നാലെ നടക്കുന്ന ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു ജീവൻ, ആ ഒരു ജീവൻ്റെ തുടുപ്പ്, അതിനെ നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ വേണം. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ പേവിഷബാധ വന്നിട്ടുള്ള നായകളുണ്ടെങ്കിൽ അതിനെ ഐസൊലേഷനിലേക്ക് മാറ്റാനായിട്ടുള്ള സംവിധാനങ്ങളും വേണം. എല്ലാ സംവിധാനങ്ങളും മൃഗഡോക്ടറും എല്ലാം ഉണ്ടായിട്ട് പോലും ആരും ഇഞ്ചക്ഷനോ ഒന്നും എടുക്കാനായിട്ട് തയ്യാറാവാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന നായകളെല്ലാം പിടിച്ചുകൊണ്ട് കൂട്ടിലിട്ട് കളയണം അല്ലെങ്കിൽ കൊന്നു കളയണം എന്നൊക്കെ പറയുന്ന രീതിയെ അതിനെ അത്ര അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും സുപ്രീം കോടതി ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഒരു നിലപാടിലെത്തട്ടെ, നിലവാരത്തിലെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.